വാരണാസി ന്യൂദില്ലി വന്ദേ ഭാരത് ട്രെയിനിലാണ് വെള്ളം സീറ്റിലേക്ക് ഒഴുകിയത്. AC-യുടെ ഭാഗത്ത് നിന്ന് സീറ്റിലേക്ക് വെള്ളം വീഴുകയായിരുന്നു. ചോർച്ച AC-യുടെ തകരാർ മൂലമാണെന്നും സാധാരണ പരിശോധന പൂർത്തിയാക്കിയിരുന്നു എന്നുമാണ് റെയിൽവേ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഒരു വെള്ളച്ചാട്ടം പോലെ പ്രേക്ഷകർക്ക് അത് കാണാം. യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിലാണ് ഈ ചോർച്ച കണ്ടത്. നോക്കൂ, ഇതാണ് വെള്ളം ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കുക. വാരണാസി ന്യൂദില്ലി ട്രെയിനിലാണ്. ഒരു ഷവർ പോലെയുണ്ട്. വേണമെങ്കിൽ ഒരു സോപ്പും കുറച്ച് തോർത്തുകയായിട്ടൊക്കെ പോയിരുന്നാൽ വന്ദേ ഭാരതിൽ കുളിച്ചിറങ്ങി വരാവുന്ന അവസ്ഥയാണ്. നമുക്കിപ്പോൾ ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ, ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്, ധാരാളം ആളുകൾ വാരണാസിയിലേക്ക് ദില്ലിയിൽ നിന്ന് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ. എന്താ സംഭവിച്ചത്? AC-യുടെ കംപ്ലൈൻ്റ് ആണോ? പക്ഷേ ഇങ്ങനെ വെള്ളം കുടുകുടാ വെള്ളച്ചാട്ടം പോലെ വരുന്നത് AC-യുടെ വെള്ളമാവാനുള്ള സാധ്യതയില്ലല്ലോ. കേന്ദ്ര സർക്കാരൊക്കെ വലിയ മേനി നടിക്കുന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ട്രെയിനാണ്. ആ രൂപത്തിലുള്ള ട്രെയിനിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ രൂപത്തിൽ വെള്ളം പുറത്തേക്ക് കുതിച്ച് ചാടുകയാണ് വെള്ളം. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. യാത്രക്കാർ AC പ്രവർത്തിക്കുന്നില്ല. വലിയ ചൂടും ഈ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു. റീഫണ്ട് ആവശ്യപ്പെട്ട് യാത്രക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ റെയിൽവേയുടെ വിശദീകരണം വരുന്നത് ദില്ലിയിലെത്തിയപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. സാധാരണ ഈ മൺസൂണിനൊക്കെ മുമ്പ് നടത്തുന്ന പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചതാണെന്നും ഇനിയുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമായി നടത്തും എന്ന അറിയിപ്പ് കൂടി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്.